വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ലിസാനിലെ വാർഷിക പരീക്ഷയ്ക്ക് കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. വാർഷിക പരീക്ഷൻ്റെ മോഡലാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ പ്രവർത്തനം എങ്ങനെയാണ്? നുക്കമ്മിലു ബി അദദി മുനാസിബിൻ, യോജിച്ച എണ്ണം കൊടുത്ത് പൂർത്തിയാക്കാൻ. ഇവിടെ വിട്ടുപോയിട്ടുള്ള ഭാഗത്ത് യോജിച്ച എണ്ണം കൊടുക്കുക. 1. ഇൻദ അബി, എൻ്റെ പിതാവിൻ്റെ അടുക്കലുണ്ട് ഡാഷ്. ഇൻദ അബി യോജിച്ച എന്താണ്? 20 കിതാബൻ, 20 കിതാബൻ. 2. അല ത്വാവിലത്തി, മേശമേലാണ് ഡാഷ്. അവിടെ യോജിച്ചത് 17 സാഅത്തൻ, 17 സാഅത്തൻ. 3. റഅയ്തു, ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ 11 കൗക്കബൻ, 11 നക്ഷത്രങ്ങളെ. ചിലപ്പോൾ അത് അർത്ഥം എഴുതാൻ വരും കേട്ടോ. റഅയ്തു 11 കൗക്കബൻ, ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു. രണ്ടാമത്തെ പ്രവർത്തനം നുസരിഫു ആണ്, സറഫാക്കാനും. അതിൽ ഒന്നാമത്തേത് ലാ തഷ്റബ് എന്നാണ്. ഞാൻ സർഫാക്കുമ്പോൾ ലാ തഷ്റബിനെ വരെ സർഫാക്കണം. ലാ തഷ്റബ്, ലാ തഷ്റബ, ലാ തഷ്റബു, ലാ തഷ്റബി, ലാ തഷ്റബ, ലാ തഷ്റബ്ന. രണ്ടാമത്തേത് ഖുൽ എന്നുള്ളതാണ്. ഖുൽ, ഖുൽ, ഖുലാ, ഖുലൂ, ഖുലീ, ഖുലാ, ഖുൽന. ഇനി മൂന്നാമത്തേത് മാ ജലസ, മാ ജലസ, മാ ജലസ, മാ ജലസു, മാ ജലസത്, മാ ജലസത, മാ ജലസ്ന. നാലാമത്തേത് ലാ തക്ദിബീന, ലാ തക്ദബാനി, ലാ തക്ദിബി, ലാ തക്ദിബ, ലാ തക്ദിബിന, ലാ അക്ദിബു, ലാ നക്ദിബു. അടുത്ത പ്രവർത്തനം നക്തുബുൽ മജ്ഹൂല ലിൽ അഫ്ആലിൽ ആതിയത്തി, താഴെ തന്ന ഫിഅലുകളുടെ മജ്ഹൂൽ എഴുതാനാണ്. 1. ഖതല, കൊന്നു. അതിൻ്റെ എന്താ? മജ്ഹൂലല്ലേ? ഖുതില, കൊല്ലപ്പെട്ടു. ഇനി 2. മദ്ദ, മദ്ദൻ്റെ മജ്ഹൂൽ മുദ്ദ, മാദി മജ്ഹൂലാണല്ലോ. ഇനി 3. അമറ, കൽപ്പിച്ചു. അതിൻ്റെ എന്താണ്? ഉമിറ, കൽപ്പിക്കപ്പെട്ടു. 4. ജമാഅ, ഒരുമിച്ച് കൂട്ടി എന്നാണ് അർത്ഥം. അതിൻ്റെ മജ്ഹൂൽ ജുമിഅ, ഒരുമിച്ച് കൂട്ടപ്പെട്ടു. 5. യഅ്കുലു, തിന്നുന്നു. അതിൻ്റെ യുഅ്കലു, തിന്നപ്പെടുന്നു. 6. യസ്അലു, ചോദിക്കുന്നു. അതിൻ്റെ യസ്ഉലു, യസ്അലു എന്നതിൻ്റെ യുസ്അലു, ചോദിക്കപ്പെടുന്നു. 7. യബീഉ, വിൽക്കും. അതിൻ്റെ യുബാഉ, വിൽക്കപ്പെടും. ഇനി 8. യക്തുബു, അതിൻ്റെ യുക്തബു. ഇങ്ങനെ മജ്ഹൂൽ എഴുതാൻ പരീക്ഷയിൽ അധിക പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. മജ്ഹൂലൊക്കെ പഠിച്ചു വെക്കുക. അടുത്ത പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 1. അൽ അംറുൽ ഹാളിറു മാഹുവ, അംർ ഹാളിർ എന്നാൽ എന്താണ്? അതിൻ്റെ ഉത്തരം അൽ അംറുൽ ഹാദിറു
ഫിഅലുൻ യദുല്ലു അല തൊലബി അംറിൻ മിൻ മുഖാത്തബിൻ. അതാണ് അംറ ഹാദിർ. ഇതിൻ്റെ അർത്ഥം എഴുതിച്ചുകൊണ്ട് കാര്യമില്ല, അറബിയിലുള്ളതിനെ എഴുതി വെക്കണം കേട്ടോ. 2. കൈഫ യുൻഷിഉ അന്നഹിയു മിനൽ മുലാരിഇ. മുലാരിയിൽ നിന്ന് നഹി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. അത് ബി വളഇ ലാ ഫി അവലിഹി. ഇതിൻ്റെ തുടക്കത്തിൽ ലാ എന്ന അക്ഷരം വെക്കുക, മുലാരിയായ ഫീലിൻ്റെ തുടക്കത്തിൽ. വബി ജസ്മി ആഖിരിഹി, അവസാനം സുക്കൂനും കൊടുക്കുക. ബി വളഇ ലാ ഫി അവലിഹി വബി ജസ്മി ആഖിരിഹി. അടുത്തത് 3. അൽ ജുംലത്തുൽ ഇസ്മിയ മാഹിയ. എന്താണ് ജുംലത്തുൽ ഇസ്മിയ എന്നാൽ? അൽ ജുംലത്തുല്ലത്തി തുബദഉ ബി ഇസ്മിൻ തുസമ്മ ജുംലത്തൻ ഇസ്മിയത്തൻ. ഒരു ജുംലയുടെ ആദ്യത്തെ പദം ഇസ്മാണെങ്കിൽ ആ ജുംലക്ക് ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയും. ചോദ്യം 4. അന്നഹിയു നൗആനി മാ ഹുമാ. നഹിയ് 2 വിധമാണ്. ഏതൊക്കെയാണ് 2 നഹിയ ഹാദിറും നഹിയു ഗായിബും. ഇതുപോലെ അംറും ചോദിക്കാറുണ്ട്. അൽ അംറു നൗആനി മാ ഹുമാ. അൽ അംറു ഹാദിറു അൽ അംറുൽ ഗായിബു. ഇനി അടുത്ത പ്രവർത്തനം നുമയ്യിസുൻ നഅത വൽ മൻഊത മിമ്മാ യഅതി. താഴെ കൊടുത്ത വരിയിൽ നിന്ന് മൻഊത്തും നഅത്തും വേർതിരിക്കാനാണ്. 1. ഹാദാ ഖലമുൻ ജദീദുൻ. ഇവിടെ ഏതാണ് നഅത്ത് ഏതാ മൻഊത്ത് എന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് വന്നതാണ്, ഇതാണ് ഖലം. പേന എന്നതാണ് എന്ത്? മൻഊത്ത്. ജദീദുൻ എന്നതാണ് നഅത്ത്, വിശേഷണം നഅത്താണ്. അപ്പോൾ ജദീദുൻ പുതിയതാണ്, പേന പുതിയതാണ്, ഈ പേന പുതിയതാണ് എന്നുള്ള ഈ വാക്കിൽ ഇവിടെ വിശേഷണമായിട്ട് വരുന്നത് ജദീദുൻ എന്നതാണ്. അതുകൊണ്ട് ഇത് നഅത്തിലാണ് എഴുതേണ്ടത്. ഇനി 2 നോക്കാം. ഹുവ വലതുൻ സ്വാലിഹുൻ. ഹുവ വലതുൻ സ്വാലിഹുൻ. ഇതിലെ നഅത്ത് ആദ്യം നമുക്കെടുത്ത് എഴുതാം. നഅത്താണ് അവസാനം കാണുന്ന സ്വാലിഹുൻ എന്നത് കേട്ടോ, സ്വാലിഹുൻ. ഇനി മൻഊത്തോ? മൻഊത്ത് നേരെ മുമ്പിലുള്ള വലതുൻ, അതാണ് മൻഊത്ത്. മൻഊത്ത് എന്ന് പറഞ്ഞാൽ എന്തിനാണ് വിശേഷിപ്പിക്കുന്നത്, അതാണ് മൻഊത്ത്. ഇനി 3. അൽ കഅബത്തു ഫി മക്കത്തിൽ ഷരീഫ. ഇതിലെ നഅത്തും മൻഊത്തും വേർതിരിക്കുക. ഇതിലെ നഅത്താണ് ഷരീഫ എന്നുള്ളത്. മൻഊത്തോ? മക്ക. ഇനി അടുത്തത് ത്വലഅൽ ബദറുൽ മുനീറു. ഇതിലെ നഅത്ത് മുനീറു എന്നതാണ്. മൻഊത്ത് അൽ ബദറു, പൂർണ്ണചന്ദ്രൻ. ഇനി അടുത്ത പ്രവർത്തനം നുകമ്മിലു, പൂരിപ്പിക്കാനാണ്. 1. അന്നഅത്തു യത്ബഉൽ മൻഊത ഫി ഡാഷ് വത്തനീസി ഡാഷ് വത്തസ്നിയതി ഡാഷ് വൽ ഇറാബ്. ഇത് കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ വർഷത്തിലോ വന്നിട്ടുണ്ട്. അന്നഅത്തു യത്ബഉൽ മൻഊത ഫി തദ്കീരി വത്തനീസി വൽ ഇഫ്റാദി വത്തസ്നിയതി വൽ ജംഇ വൽ ഇറാബി. ഇതുവരെയാണ്. ഇത് നമുക്ക് 9ാമത്തെ പാഠമുണ്ടല്ലോ, ഖറിയത്തുൻ ജമീലത്തുൻ, അതിൻ്റെ അവസാന ഭാഗത്ത് കാണാം, അതിൽ പറയുന്നുണ്ട്. ഇനി അടുത്തത് നുഅരിബ് അറബിയാക്കാനുള്ളതാണ്. പുസ്തകം പുതിയതാണ്. എങ്ങനെ പറയും? പുസ്തകം പുതിയതാണ്. അൽ കിതാബു ജദീദുൻ. പുസ്തകം പുതിയതാണ്. ഇനി അടുത്തത് എൻ്റെ സഹോദര, നീ ഒരിക്കലും കളവ് പറയരുത്. യാ അഖി, എൻ്റെ സഹോദര, ലാ തക്ദിബ് അബദൻ, നീ ഒരിക്കലും കളവ് പറയരുത്. ഇനി അടുത്ത പ്രവർത്തനം നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം. 1. ഇഷ്തറൈതു ഖലമൻ ജദീദൻ, ഞാൻ പുതിയ പേന വാങ്ങി.
2. ലിയദുറുസ് കുല്ലു ത്വാലിബിൻ ദർസഹു, എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠം പഠിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ലിസാനിലെ പ്രധാന ചോദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.